ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പെട്രോൾ പമ്പ് സമരം, ബാങ്ക് സമരം, തപാൽ സമരം. സമരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനം. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനായുള്ള സമരങ്ങളിൽ ബുദ്ധിമുട്ടിലാവുന്നത് ജനങ്ങളാണ്. സമരങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാരും ശ്രമിക്കണം. പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാത കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. വടകരയിലും കൊയിലാണ്ടിയിലും വ്യാഴാഴ്ച ഹർത്താൽ. നിതാഖാത്ത് പ്രവാസികൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് പ്രവാസി ലീഗ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ. ബാങ്ക് ജീവനക്കാരുടെ സമരത്തിന് പുറകെ തപാൽ ജീവനക്കാരുടെ സമരം ആരംഭിച്ചു. തപാൽ മേഖല സ്തംഭിച്ചു. വാർത്തകൾ വിശദമായി. വിദേശത്തു നിന്നും തിരിച്ചുവന്ന പ്രവാസികളുടെ സംഘശക്തിയായ പ്രവാസി ലീഗിന്റെ നേതൃത്വത്തിൽ യോഗം നടത്തി. ലീഗ് ഹൌസിൽ നടന്ന യോഗം പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇമ്പിച്ചി മമ്മു ഹാജി ഉദ്ഘാടനം ചെയ്തു. പുനരധിവാസ പദ്ധതി പേരിന് മാത്രമായി ഒതുങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. നിതാഖത്തിലൂടെ തിരിച്ചെത്തിയവർക്ക് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ട നിരവധി പദ്ധതികൾ പ്രാവർത്തികമായി അനുഭവിക്കാൻ പ്രവാസികൾക്ക് സാധിക്കുന്നില്ല. പ്രവാസികളുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ സർക്കാരുകളും സമൂഹവും ബാധ്യസ്ഥരാണ്. നാടിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാവലാളാകുന്ന പ്രവാസികളെ തഴയുന്ന നടപടിക്കെതിരെ സജീവമായ സമര സാന്നിധ്യത്തിനായി പ്രവാസി ലീഗ് ഒരുങ്ങുകയാണ്. ഇതിനായി ജില്ലയിൽ 3 മേഖലാ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. മധ്യമേഖലാ സംഗമം ഫെബ്രുവരി 17 ബാലുശ്ശേരി ലീഗ് ഓഫീസിൽ നടക്കും. ഉത്തരമേഖലയിൽ 18 വടകര ചന്ദ്രികാ ഭവനിലും ദക്ഷിണ മേഖലാ സംഗമം 19 കോഴിക്കോട് ജില്ലാ ലീഗ് സെന്ററിലും നടക്കും. ലീഗ് ഹൌസിൽ നടന്ന പ്രവാസി ലീഗിന്റെ യോഗം പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇമ്പിച്ചി മമ്മു ഹാജി ഉദ്ഘാടനം ചെയ്തു. പുനരധിവാസ പദ്ധതി പേരിന് മാത്രമായി ഒതുങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ധനസഹായമായി വ്യാപാര വ്യവസായങ്ങൾ ചെയ്യാൻ, അതുപോലെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ വിശദീകരിക്കുന്ന ലോണുകൾ പിന്നെ ക്ഷണിച്ചുകൊണ്ട് അത് കൊടുക്കുന്നതെന്നുള്ള പത്രപ്രസ്താവനകളൊക്കെ വന്ന് അതിനും നിങ്ങളൊക്കെ ശ്രമിച്ചു. ആ ന്യൂനപക്ഷ ക്ഷേമ ബോർഡിൽ പോയപ്പോൾ നിങ്ങൾക്കുള്ള അനുഭവം നോർക്കയിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ ലെറ്റർ കിട്ടണമെന്നാണ്. അവിടുന്ന് കിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഗവൺമെന്റ് അങ്ങനെ പിന്നെ നിർദ്ദേശം വന്നിട്ടില്ല. അപ്പോൾ സാധാരണക്കാരെ പാവപ്പെട്ടവരെ നമ്മൾ നട്ടം തിരികെയാണ്. ഇനി നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അതുപോലെ TPM സാഹിർ, SC അബ്ദുള്ള, ഇല്ലിക്കൽ അഹമ്മദ്, ഉമ്മർ പാണ്ടികശാല തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ദേശീയപാത കർമ്മസമിതി പ്രവർത്തകരെ പോലീസ് ക്രൂരമായി ലാത്തിച്ചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി, വടകര താലൂക്കുകളിൽ വ്യാഴാഴ്ച ഹർത്താൽ. പ്രായമായ കർമ്മസമിതി പ്രവർത്തകർക്കു നേരെയും പോലീസിന്റെ ക്രൂരമർദ്ദനമുണ്ടായി. വടകര ദേശീയപാതയിൽ മൂരാട് ഭാഗത്ത് സ്ഥലമെടുപ്പിന് വന്ന ഉദ്യോഗസ്ഥരെ കർമ്മസമിതി പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റു. പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് വടകര, കൊയിലാണ്ടി താലൂക്കുകളിൽ ഹർത്താൽ നടത്തുമെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചു. സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അതിക്രൂരമായാണ് ദേശീയപാത കർമ്മസമിതി പ്രവർത്തകരെ മർദ്ദിച്ചതെന്ന് പ്രവർത്തകർ ആരോപിച്ചു. പ്രായമായവർക്കു നേരെയും പോലീസിന്റെ 3ാം മുറ പ്രയോഗം നടന്നു. മധ്യവയസ്കന്റെ ജനേന്ദ്രിയത്തിനു നേരെയും പോലീസ് അക്രമം നടത്തി. സാലി മയൂർ, ഹക്കീം PS, ഷംസീർ ചോമ്പല, KK മഹേഷ് എന്നിവർക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. വടകര സംഭവത്തിൽ പരിക്കേറ്റവരെ LDF കൺവീനർ വൈക്കം വിശ്വൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
പശ്ചിമഘട്ടത്തെ യുനെസ്കോയ്ക്ക് പണയപ്പെടുത്തിയ ഇന്ത്യ യുനെസ്കോ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ മേഖല പശ്ചിമഘട്ട ജനസമൂഹം കേന്ദ്ര സർക്കാരിനെതിരെ സമര പ്രഖ്യാപനം നടത്തി. ടൗൺഹാളിൽ നടന്ന ജനസംഗമം ഹരിതസേന ഡയറക്ടർ എബ്രഹാം ബെൻഹർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 മാസമായി ശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സംരക്ഷിത വനമേഖലയിലും തീവ്ര പരിസ്ഥിതി ലോലത്തിലും അകപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവിറക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് ഇന്ത്യ യുനെസ്കോ കരാർ നിലനിൽക്കുന്നതിനാലാണ്. ഇതിനിടയിൽ കസ്തൂരിരംഗൻ സമിതിയും ഉമ്മൻ സമിതിയും പഞ്ചായത്ത് സമിതിയും ഉണ്ടാക്കിയ റിപ്പോർട്ടുകളൊന്നും കേന്ദ്ര സർക്കാരിന് പരിഗണിക്കാൻ കഴിയാതെ പോയതും കരാർ ഉള്ളതിനാലാണ്. ഇന്ത്യയിലേക്ക് എത്തിയ യുനെസ്കോ ഫണ്ട് എത്രയെന്ന വിവരം കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ മലബാർ വികസന മുന്നണി സമരം പ്രഖ്യാപനം നടത്തിയത്. ടൗൺഹാളിൽ നടന്ന ജനസംഗമം ഹരിതസേന ഡയറക്ടർ എബ്രഹാം ബെൻഹർ ഉദ്ഘാടനം ചെയ്തു. എന്റെ അഭിപ്രായത്തിൽ 21ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനവഞ്ചന രേഖ. കാരണം നമ്മളറിയുന്നില്ല പശ്ചിമഘട്ടം നമ്മൾ കന്യമായിരിക്കുന്നു എന്നുള്ളത്. പശ്ചിമഘട്ടം ഒരു കോളനി വാഴ്ചയുടെ ഭൂപ്രദേശമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടുപോയി എന്നുള്ള കാര്യം നാം ആരും അറിയുന്നില്ല. മുന്നണി പ്രസിഡന്റ് സൈമൺ തോണക്കര അധ്യക്ഷത വഹിച്ചു. ബിനു മുണ്ടാട്ടിൽ, ബേബി സക്കറിയാസ്, ഷാജി കോക്കാടൻ, എം പി ജോയി, എം കെ അഷ്റഫ്, ഷാജി പനച്ചിക്കൽ, ജെയിംസ് മറ്റം, ജോയി ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വിലക്കയറ്റത്തിലും മറ്റും ബുദ്ധിമുട്ടുന്ന യാത്രക്കാർക്ക് ഇന്ധനവിലയെല്ലാം വർദ്ധിച്ചിട്ടും ചരക്കുകൂലിയും യാത്രാക്കൂലിയും വർദ്ധിച്ചിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണെന്ന് റെയിൽ യൂസേഴ്സ് ഫോറം കൺവീനർ സി ചാക്കുണ്ണി. ഇടക്കാല ബജറ്റ് ഗുണകരമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇടക്കാല റെയിൽവേ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പരിധിക്കുള്ളിൽ നിന്ന് ഒരു പരിധി വരെ എല്ലാ ഇന്ത്യയിലെ മൊത്തം യാത്രക്കാരെയും ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. നിരക്ക് വർധന ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ട്രെയിനുകൾ എന്നിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടക്കാല ബഡ്ജറ്റാണ്. ഇതിൽ കൂടുതൽ നമുക്കിതിൽ പ്രതീക്ഷിക്കാനില്ല, യാത്രക്കാർ പ്രതീക്ഷിച്ചിട്ടുമില്ല. മൊത്തത്തിൽ ഈ ബഡ്ജറ്റ് ഗുണകരമാണെങ്കിലും കുറഞ്ഞു. അതേപോലെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങളുണ്ട്. ആധുനികവൽക്കരണവും പല ആധുനികീകരണങ്ങളും അതിനനുസരിച്ചുള്ള ട്രെയിനുകളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ യാത്രക്കാരത് ഗുണകരമാകും. ഇടക്കാല റെയിൽവേ ബജറ്റിൽ പ്രതീക്ഷയോടെ ഇരുന്നവർക്ക് വേണ്ടത്ര പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ലെന്ന് മലബാർ ട്രെയിൻ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PV ഗംഗാധരൻ. കേരളത്തിൽ ആദ്യമായി പ്രീമിയം ട്രെയിൻ അനുവദിച്ച സംവിധാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്വാഗതാർഹമായ കാര്യമെന്ന് പറഞ്ഞാൽ പ്രീമിയം ട്രെയിൻ അനുവദിച്ചതാണ്. കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവിനനുസരിച്ച് ഈ ചിലവ് വരുന്നതിനനുസരിച്ച് അത് ഫ്യൂവലിൻ്റെ വിലക്കനുസരിച്ച് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞത് ഒരു തെറ്റായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റേറ്റ് കൂടുമ്പോൾ കൂടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആ വ്യവസ്ഥ നടപ്പിലാക്കാൻ പ്രയാസമേറിയ ഒരു കാര്യമായിട്ട് തോന്നുന്നു. അത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. കുറേ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. കഴിഞ്ഞ ബഡ്ജറ്റ് സ്വാഗതാർഹമായിരുന്നു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. ഹായ്. ഹായ്.
ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. GDS ജീവനക്കാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ RMS ജീവനക്കാർ രാജ്യവ്യാപകമായി 48 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു. കോഴിക്കോട് നടന്ന പ്രതിഷേധ പരിപാടികൾ BSNL EU സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. NFPA-യുടെയും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും കോൺഫെഡറേഷൻ ഉന്നയിച്ച 15 ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തപാൽ RMS ജീവനക്കാരുടെ 48 മണിക്കൂർ പണിമുടക്കത്തിന് തുടക്കം. പണിമുടക്കിയ ജീവനക്കാർ കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. GDS ജീവനക്കാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ പരിഷ്കരിക്കുക, ശമ്പള കമ്മീഷൻ ശുപാർശകൾക്ക് 1/1/2014 മുതൽ പ്രാബല്യം നൽകുക, 15ാം ലേബർ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള മിനിമം ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുക, ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുക, JCM വേദികളിൽ ഉന്നയിച്ച അനോമലികൾ പരിഹരിക്കുക, സൗജന്യ മെഡിക്കൽ ചികിത്സ എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കുക, വിലക്കയറ്റം തടയുക, പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക, എല്ലാ ജീവനക്കാർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കം നടത്തുന്നത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ BSNL EU സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയമിക്കാൻ പോകുന്ന ശമ്പള പരിഷ്കരണ കമ്മിറ്റി എന്ന് മുതലാണ് ഈ റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റ് പറയുന്നില്ല. നമ്മൾ പറയുന്ന 5 വർഷ കാലാവധിയിൽ ശമ്പളം പരിഷ്കരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. മറിച്ച് ജനങ്ങളുടെ കണ്ണിലും തൊഴിലാളികളുടെ കണ്ണിലും പൊടിയിട്ടുകൊണ്ട് ഇതാ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് വേണ്ടി ശമ്പള പരിഷ്കരണ കമ്മിറ്റി. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, എന്താ ആരും ആവശ്യപ്പെടാതെ ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്നാണ്. അതല്ല ശരി. NFP ജില്ലാ സെക്രട്ടറി R ജൈനേന്ദ്രകുമാർ, K സത്യൻ, KP മുരളീധരൻ, C ശിവദാസൻ, CK പ്രഭാകരൻ, V മോഹൻദാസ്, P രമ എന്നിവർ സംസാരിച്ചു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചു. 2ാം ദിനം കോടഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തിയത്. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന ഉപവാസ സമരം പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ചെയർമാൻ ആന്റണി കൊഴുവനാൽ ഉദ്ഘാടനം ചെയ്തു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല ഉപവാസ സമരം തുടങ്ങി. കോഴിക്കോട് ജില്ലയിൽ സംരക്ഷിത മേഖലയായി റിപ്പോർട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന 9 വില്ലേജുകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവമ്പാടി വില്ലേജിൽ നിന്നുള്ളവരാണ് ആദ്യ ദിനത്തിൽ ഉപവാസത്തിൽ പങ്കെടുത്തത്. 2ാം ദിനം കോടഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തിയത്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ചെയർമാൻ ആന്റണി കൊഴുവനാൽ സമരം ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ടിൽ പറയുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വാചകത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങളോടെല്ലാം ആലോചിച്ച് അവരെ വിവരമറിയിച്ച് അവരുടെയും കൂടെ സമ്മതത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ്. അന്ന് ഞാൻ വന്നിരുന്ന ആൾക്കാരെല്ലാം ഇരിക്കുമ്പോൾ ചോദിച്ചത്, നിങ്ങളിൽ ആരോടെങ്കിലും ചോദിച്ചോ? ഈ മലയോര മേഖലയിലാണ് നടപ്പിലാക്കുന്നത്, ഈ ജനങ്ങളോട് ചോദിച്ചോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല. സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് വെള്ളിലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജോസഫ് മാത്യു, CJ ടെന്നിസൺ തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യ ഗവൺമെന്റ് മുഴുവൻ ഹജ്ജ് ക്വാട്ടയും ഗവൺമെന്റിന്റെ പേരിൽ കരാർ ചെയ്ത ശേഷം സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് വിഭജിച്ചു നൽകിയെന്ന മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ. സ്വകാര്യ ക്വാട്ടകൾ മുഴുവൻ ജീവകാരുണ്യ സംഘടനകൾക്ക് നൽകണമെന്ന ആവശ്യം തള്ളിയ സുപ്രീം കോടതി വിധിയുടെ പേരിൽ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 2004 ക്വാട്ട സമ്പ്രദായം നിലവിൽ വന്നതു മുതൽ സ്വകാര്യ ഹജ്ജ് കോട്ട 45,000 ഗവൺമെന്റ് കോട്ട 72,000 നിന്നും പലതവണ വർദ്ധിച്ച് 1,25,000 എത്തി. കഴിഞ്ഞ വർഷം ഹറം വിപുലീകരണത്തോടനുബന്ധിച്ച് വെട്ടിക്കുറയ്ക്കപ്പെട്ട 21,400 കോട്ട ഉൾപ്പെടെ 57,400 കോട്ട ഈ വർഷം അനുവദിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നും 20% കുറവ് മാത്രമേ ഇക്കൊല്ലം ലഭിക്കുകയുള്ളൂ എന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റും സൗദി ഭരണകൂടവും ഏർപ്പെടുന്ന ഹജ്ജ് കരാറിൽ ഇന്ത്യയുടെ സ്വകാര്യ കോട്ടയും ഗവൺമെന്റ് കോട്ടയും പ്രത്യേകം രേഖപ്പെടുത്തിയാണ് ഒപ്പുവെക്കാറുള്ളതെന്നും അവർ വ്യക്തമാക്കി. വസ്തുതകൾ ഇതായിരിക്കെ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് ഗവൺമെന്റ് കോട്ട വിഭജിച്ചു നൽകിയെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്നും ജീവകാരുണ്യ സംഘടനകൾക്ക് സ്വകാര്യ കോട്ട മുഴുവൻ നൽകണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞ സുപ്രീം കോടതി വിധിയിലുള്ള അമർഷം കാരണം
സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, അതായത് പ്രൈവറ്റിന് ഗവൺമെന്റ് കോട്ടയിൽ നിന്ന് എടുത്ത് പ്രൈവറ്റിന് കൂടുതലായി കൊടുത്തു, ഇതിലെന്തോ ചില ഒത്തുകളിയുണ്ട്, പ്രത്യേകിച്ച് അഹമ്മദ് സാഹിബിനൊക്കെ ഒന്നിങ്ങനെ കാണിക്കുന്ന രൂപത്തിലാണ്. കഴിഞ്ഞ 5 വർഷവും ഇടയ്ക്കിടെ നൽകപ്പെടുന്ന വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പായി മാറിയ കോഴിക്കോടിന്റെ വികസന മുരടിപ്പിനെതിരെ LDF MLA-മാരുടെ ജനമുന്നേറ്റ യാത്ര ആരംഭിച്ചു. യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി വരുന്നു. ബേപ്പൂർ നടുവട്ടത്ത് നടന്ന സ്വീകരണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോടിന്റെ വികസനം മുരടിപ്പിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി LDF MLA-മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് തുടക്കമായി. ഫെബ്രുവരി 11 മുതൽ 15 വരെ നടക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം മണ്ണൂരിൽ TK ഹംസ നിർവഹിച്ചു. എ പ്രദീപ് കുമാർ MLA നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ബേപ്പൂർ നടുവട്ടത്തു നടന്ന സ്വീകരണ ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ എ പ്രദീപ് കുമാർ MLA-യെ വിവിധ ഘടകങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ ഹാരങ്ങൾ അർപ്പിച്ചു. BJP അധികാരത്തിൽ വരും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പ്രചരണത്തിലൂടെ നടത്തിയെങ്കിലും BJPക്ക് ഇനി പിടിച്ചു നിൽക്കാനുള്ള സംസ്ഥാനങ്ങളൊക്കെ വളരെ വിരളമാണ്. ഇപ്പൊ ഈ സമീപകാലത്ത് ഉയർന്നു വന്നത് കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ മനമെടുത്തവർ, അതോടൊപ്പം തന്നെ BJP പോലുള്ള ഒരു ആപത്കാരി ഒരു മതേതര രാജ്യത്തിന്റെ രാഷ്ട്രീയാധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നതിനാൽ അവരുടെ പ്രസ്ഥാനങ്ങൾ പരസ്പരം ആലോചിക്കുകയും കോൺഗ്രസിനും BJPക്കും എതിരായിട്ടുള്ള ഒരു മൂന്നാം ബദൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇടതുപക്ഷങ്ങളും മറ്റു മതനിരപേക്ഷ പാർട്ടികളും എല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. MLA-മാരായ PT റഹീം, AK ശശീന്ദ്രൻ, പുരുഷൻ, കടലുണ്ടി എന്നിവരും LDF നേതാക്കളായ മുക്കം മുഹമ്മദ്, M ഭാസ്കരൻ, K ചന്ദ്രൻ, TP ബാലകൃഷ്ണൻ നായർ, M മെഹബൂബ്, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, KG പങ്കജാക്ഷൻ, PT മാത്യു, KP രാജൻ, M ഗിരീഷ് എന്നിവർ ജനമുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു. നടുവട്ടത്തു നടന്ന സ്വീകരണ ചടങ്ങിൽ ഭീഷ്മർ അധ്യക്ഷത വഹിച്ചു. KV ശിവദാസൻ സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് നഗരസഭയുടെ പദ്ധതി ആസൂത്രണത്തിന് കീഴിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. നടുവട്ടം GUP സ്കൂളിൽ നടക്കുന്ന ഫുട്ബോൾ പരിശീലനത്തിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം നിർവഹിച്ചു. കോഴിക്കോട് നഗരസഭയുടെ 2013-14 വർഷത്തെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നടന്നുവരുന്നു. ആൺകുട്ടികളുടെ പരിശീലനത്തിന്റെ സമാപനവും പെൺകുട്ടികളുടെ പരിശീലനത്തിന്റെ ഉദ്ഘാടനവും നടന്നു. നടുവട്ടം GUP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മാനസികവും ശാരീരികവുമായ വളർച്ച ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ പുരോഗമനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പരിപാടിയിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായികം സ്ഥിരം സമിതി അധ്യക്ഷ പി ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രസന്നകുമാരി കാവുള്ളപുരയിൽ, അനിത രാജൻ, T രജനി, പ്രധാനാധ്യാപിക JCB മറ്റം, N അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കി. മലപ്പുറത്തിന്റെ നിരത്തുകളിൽ ദേശീയപാതയിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ ഏറെയും പെട്ടത് ഇരുചക്ര വാഹനങ്ങളാണ്. അശ്രദ്ധയുടെയും നിയമങ്ങൾ കാറ്റിൽ പറത്തിയുമുള്ള ഡ്രൈവിംഗ് വാഹനാപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് പരിശോധന കർശനമാക്കിയത്.
മലപ്പുറത്തിന്റെ നിരത്തുകളിൽ ദേശീയപാതയിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. വാഹനങ്ങളിലെ അമിത വേഗത കണ്ടെത്താൻ സ്പീഡ് റാഡർ ക്യാമറ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുവച്ചാണ് നിയമലംഘകരെ പിടികൂടുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ പിഴ മാത്രമാണ് നിയമലംഘകരിൽ നിന്നും ഈടാക്കുന്നത്. തൽക്കാലം ആദ്യം ഒരു ഫൈൻ അടയ്ക്കും, പിന്നീട് നമ്മൾ കർശനമായുള്ള നടപടികളിലേക്ക് നീങ്ങാം. അത് ഞങ്ങളെ ജില്ലാ പോലീസ് മേധാവി ഞങ്ങൾക്കുള്ള നിർദ്ദേശമാണ്. പരിശോധനയിൽ അധികവും പെട്ടത് ഇരുചക്ര വാഹനങ്ങൾ. ഇതിൽ വിദ്യാർത്ഥികളും ലൈസൻസ് ഇല്ലാത്തവരും കൂടുതൽ. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. നിഖിലീശ്വർ, ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ലിങ്കേജ് വായ്പാമേള സംഘടിപ്പിച്ചു. അരക്കിണർ ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന മേള കോർപ്പറേഷൻ മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമേകുക എന്ന ലക്ഷ്യത്തോടെ ബേപ്പൂർ വില്ലേജിലെ കുടുംബശ്രീ സംഘങ്ങൾക്ക് ലിങ്കേജ് വായ്പ നൽകുന്നതിനായി ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പാമേള സംഘടിപ്പിച്ചു. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രാജീവിന്റെ അധ്യക്ഷതയിൽ മേയർ എ കെ പ്രേമജം വായ്പാമേള ഉദ്ഘാടനം ചെയ്തു. യോജിച്ച രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ 3 CDS നടത്തുകയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പിന്തുണയുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിജയാശംസകളും നൽകിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനമായി നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് എന്റെ ഊഷ്മളമായ അഭിവാദനങ്ങളും. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ കെ സബ്സിഡി വിതരണം ചെയ്തു. പി ബീരാൻ കോയ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രജനി, കൌൺസിലർമാരായ ടി ഹസൻ, പി വി ഹൈദരലി, പി ദേവരാജൻ, സൈഫിനീസ കെ, വി പ്രസീജ, പി ജലജ, കോർപ്പറേഷൻ കോർഡിനേറ്റർ അബ്ദുൽ സലാം കെ, റംസി ഇസ്മായിൽ, ഷീജ വിനോദ്, വി ആലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. ചുരുങ്ങിയ വർഷത്തിനകം കേരളത്തിനകത്തും പുറത്തുമായി 100 ഷോറൂമുകൾ തുറക്കുകയാണ് ലക്ഷ്യമെന്ന് 3G മൊബൈൽ വേൾഡ് MD എ കെ ഷാജി. 3Gയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 2006 നവംബറിൽ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച 3G മൊബൈൽ വേൾഡ് ഇപ്പോൾ കേരളത്തിനകത്ത് 15ഓളം ഷോറൂമുകളുമായി മൊബൈൽ വിതരണ രംഗത്തെ അവസാന വാക്കായി മാറുകയാണ്. 3Gയുടെ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ, 3G ബ്രാൻഡ് അംബാസഡർ ചലച്ചിത്ര താരം രാജീവ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. എളിമയിലൂന്നിയ തന്റെ സൗഹൃദത്തിലൂടെ മൊബൈൽ വിതരണ രംഗത്ത് പുതിയ തരംഗം സൃഷ്ടിച്ചതാണ് എ കെ ഷാജി എന്ന യുവ വ്യവസായ സംരംഭകന്റെ ഉയർച്ചയ്ക്ക് പിറകിലെന്ന് കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ എ കെ ഫൈസൽ, എ കെ നിഷാദ്, GTech MD മെറൂഫ് മണലൊടി, സംവിധായകൻ റോബിൻ തിരുമല, വളപ്പില കമ്മ്യൂണിക്കേഷൻ റീജിയണൽ മാനേജർ ജയരാജ്, 3G ഓപ്പറേഷൻ ജനറൽ മാനേജർ നാദിർ, ജോജോ കാഞ്ഞിരക്കാടൻ, 3G MD എ കെ ഷാജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ അഖിലേന്ത്യാ സമ്മേളനമായ ഫോസ്മീറ്റ് 14 ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ കോഴിക്കോട് NIT-യിൽ നടക്കും. ഇന്ത്യൻ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധ്യക്ഷൻ നാഗാർജുന സമ്മേളനത്തിൽ തിരിതെളിയിക്കും. 9ഓളം ശില്പശാലകളും 7ഓളം പ്രഭാഷണങ്ങളും ഫോസ്മീറ്റിൽ നടത്തപ്പെടുമെന്നും ഫോസ് അഡ്വൈസർ എ രാജഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്ഥാനതല സ്വപ്നഭവന പദ്ധതിയുടെ ഭാഗമായി ബേപ്പൂർ നടുവട്ടം മണ്ണന്തറ സാവിത്രിയുടെ വീട് നിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. നടുവട്ടത്ത് നടന്ന പരിപാടിയിൽ PBCA ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എ അജീഷ് കുമാർ, പി ഹമീദ്, പി വി ഹൈദരലി, വി പ്രകാശൻ, എ ഷൺമുഖൻ, പി അബ്ദുൽ അസീസ്, കക്കാടത്ത് സുരേഷ് ബാബു, CV മുഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. അന്വേഷിയുടെ ഷോർട്ട് സ്റ്റേ ഹോമിനായുള്ള ധനശേഖരണാർത്ഥം ഡിന്നർ വിത്ത് മമ്മൂട്ടി അഭയം പരിപാടി നടത്തും. മാർച്ച് 22 ശനിയാഴ്ച ഹോട്ടൽ പാരമൗണ്ടിലാണ് പരിപാടി നടക്കുക. അന്വേഷിയിൽ അഭയം തേടി വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള താൽക്കാലിക താമസ സ്ഥലമായ ഷോർട്ട് സ്റ്റേ ഹോമിന് സ്വന്തമായി കെട്ടിടമുണ്ടാക്കുകയാണ് പരിപാടിയുടെ ഉദ്ദേശമെന്നും അന്വേഷി പ്രസിഡന്റ് അജിത പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. വടകരയിലും കൊയിലാണ്ടിയിലും വ്യാഴാഴ്ച ഹർത്താൽ.
നിതാഖാത്ത് പ്രവാസികൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് പ്രവാസി ലീഗ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ. ബാങ്ക് ജീവനക്കാരുടെ സമരത്തിന് പുറകെ തപാൽ ജീവനക്കാരുടെ സമരം ആരംഭിച്ചു. തപാൽ മേഖല സ്തംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.